പൂർണ്ണമായിട്ടും അമ്മയുടെ മധ്യസ്ഥത്തിലാണ് ഈ ആരാധന പോകുന്നത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ആരാധനയ്ക്കാവശ്യമായ വിശ്വാസ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ സാക്ഷ്യങ്ങളെല്ലാം കർത്താവിൻ്റെ വേറെ ഒരുതരം പ്രായോഗിക പഠനങ്ങളാണ്. അനുഭവ സാക്ഷ്യങ്ങളെല്ലാം വിശ്വാസ പരിശീലനങ്ങളാണ്. നമ്മളെ പഠിപ്പിക്കുകയാണ് ശരിക്കും. ഇപ്പോൾ ഒരു കുറച്ച് നാളായിട്ട് സാക്ഷ്യം പറയുന്നവരെല്ലാവരും തന്നെ അവർ പറയുന്നതിൽ തന്നെ സന്ദേശമുണ്ട്, ഇല്ലെങ്കിൽ അവർ പറഞ്ഞിട്ട് സന്ദേശം പ്രത്യേകം അവർ പറഞ്ഞിട്ട് പോകും. ആൾക്കാരെയും തന്നെ തങ്ങൾ ഉദ്ദേശിക്കണ എന്താണ് എന്ന് പറഞ്ഞിട്ട് പോകും. ഇപ്പോൾ അവസാനം പറഞ്ഞ ജോസഫ് കാലടി അല്ലേ, ആ സാക്ഷ്യം മകൻ വെന്റിലേറ്ററിലാണ്, ഓൾറെഡി കുട്ടി മരിച്ചു കഴിഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയുന്നതാണ്, ഞാൻ വൈഫിൻ്റെ അനുവാദം വാങ്ങിച്ചാണ് കൃപാസനത്തിലോട്ട് പോകുന്നത്. എനിക്ക് വൈഫിൻ്റെ ഈ ഒരു അവസ്ഥയിൽ വേറെ ആരുടെ അനുവാദം എനിക്ക് ആവശ്യമില്ല, എൻ്റെ ജീവിത പങ്കാളിയുടെ അനുവാദം മാത്രം എനിക്ക് മതി അല്ലേ. അപ്പോൾ ഈ ചേട്ടൻ പോയിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നിട്ട് അമ്മ സന്നിധാനത്തിൽ ഉടമ്പടി ചെയ്തതിന് ശേഷം സാധാരണ ആൾക്കാരൊക്കെ എങ്ങനെയെങ്കിലും ഉടമ്പടി ചെയ്തിട്ട് അടുത്ത വണ്ടി കയറി വീട്ടിൽ പോകാനാണ് നോക്കണത്. ഉടമ്പടി ചെയ്താന്ന് ചോദിച്ചാൽ ചെയ്തില്ലെന്ന് ചോദിച്ചാൽ അതാണ് പ്രശ്നം. അത് ഗൗരവമായിട്ട് എടുക്കുന്നവരുണ്ട്, ഗൗരവമായിട്ട് സാധാരണ അതിൻ്റെ സ്വാഭാവികമായ രീതിയിൽ പോകുന്ന ആൾക്കാരുമുണ്ട്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, നമ്മൾ ദൈവത്തെ ഗൗരവമായിട്ടെടുത്താൽ, ഇഫ് വി ആർ സീരിയസ് ഗോഡ് വിൽ ബി സിൻസിയർ. ഇഫ് വി ആർ സിൻസിയർ ഗോഡ് വിൽ ബി സീരിയസ്. ഇതാണ് കൃപാസനം എപ്പോഴും ലോകത്തോട് പറഞ്ഞിരിക്കുന്നത് ഉള്ള ദൈവാനുഭവം. നമ്മൾ ഗൗരവത്തിലാണ് കാര്യം എടുക്കണമെങ്കിൽ ദൈവം ആത്മാർത്ഥതയുണ്ടാകും. നമ്മൾ ആത്മാർത്ഥയാണ് ദൈവത്തോട് കാണിക്കണമെങ്കിൽ ദൈവത്തിന് നമ്മളോട് സീരിയസ് ആയിട്ട് ഇടപെടും. കാര്യം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വിഷയം നമ്മൾ തന്നെ. നമ്മൾ എങ്ങനെ ഈ വിഷയം എടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈശോ തന്നെ ചോദിച്ചില്ലേ, നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? പിന്നെ എന്നാ ചോദിക്കണത്, നീ അത് എങ്ങനെയാണ് വായിക്കണത്? അതാണ് സംഭവം. ഇപ്പം നമ്മൾ 25:10 വരുമ്പോൾ ലൂക്കായുടെ സുവിശേഷത്തിൽ നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, പിന്നെന്താ ചോദിക്കണത്? നിയമത്തിൽ എന്ത് എഴുതിയാലും ഹൗ യു ടേക്ക് ഇറ്റ്, നീ അതെങ്ങനെ എടുക്കുന്നു, അതാണ് പ്രശ്നം. അപ്പം നമ്മൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് വിഷയമാണ്. ഇപ്പം ജോസഫ് കാലടി അദ്ദേഹം ഉടമ്പടി ചെയ്തെങ്കിലും ഇവിടുന്ന് പോകാൻ തയ്യാറല്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഒരു യെറ്റ് ഹി വെൻ്റ് ഓൺ, എന്നിട്ടും അവൻ മുന്നോട്ട് പോയി. നമുക്കറിയാമല്ലോ, ഈ മനുഷ്യന്മാർ കാട്ടിക്കൂട്ടുന്ന പല വിശ്വാസ ആവിഷ്കാരങ്ങളുടെ പിന്നിലും ഒരു വചനത്തിൻ്റെ പാരമ്പര്യവും പശ്ചാത്തലവുമുണ്ട്. ഇപ്പം ഡെഡ് ബോഡിയാണ് കുട്ടി, എന്നിട്ടും അയാൾ മുന്നോട്ട് പോവുകയാണ്. എല്ലാവരും പറഞ്ഞില്ലേ, നീ ഇവിടെ നിൽക്കേണ്ടവനല്ലേ എന്നാണ് ചോദിക്കുന്നത് അദ്ദേഹത്തോട്. നീ ഇപ്പോൾ ഈ അവസ്ഥയിൽ ഇവിടെ നിൽക്കേണ്ടവനല്ലേ എന്നാണ് നാട്ടുകാരും ബന്ധുക്കളും ചോദിക്കണത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസം പറഞ്ഞത് എന്താണ്? ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കേണ്ടവനല്ല. ഒരു സെയിം ഇൻസിഡൻ്റാണ്. ഇതെങ്ങനെ കൈകാര്യം ചെയ്യുന്ന രീതി നോക്കണം. കുട്ടി വെന്റിലേറ്ററിലാണ്, അവൻ്റെ ബ്ലഡ് ഗ്രൂപ്പിന് ഏതാണ്ട് ഒരു 2% കുറഞ്ഞിരിക്കുക. അപ്പോൾ ഈക്വൽ ടു ഡെഡാണ് സംഭവം. അപ്പോൾ ഇങ്ങനെ ഡെഡ് ആകുമ്പോൾ 2 സമീപനങ്ങളുണ്ടാകും. ഒന്ന്, ചിലർ ചോദിക്കും, നീ ഇപ്പോൾ ഇങ്ങനെ ഇവിടെ നിൽക്കേണ്ടവനല്ലേ എന്ന് ചോദിക്കും. അതും ഒരു 10, 50, 60% പേര് പറയും അത് ശരിയാണല്ലോ, കൊച്ചു മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അപ്പൻ നാട് വിട്ട് പോകണ വേണ്ടത്, അവിടെ നിൽക്കേണ്ടത് അല്ലേ? അപ്പോൾ വിശ്വാസിക്ക് ഒരു പ്രശ്നമുണ്ട്. കുട്ടിക്ക് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് ഇനിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല.
അപ്പം ഞാൻ ഇവിടെ നിൽക്കേണ്ടവനല്ല. ഈ സമയത്ത് ഞാൻ എവിടെ നിൽക്കേണ്ടവനാണ്? ദൈവത്തിൻ്റെ. അപ്പം എവിടെ നിൽക്കുക എന്നുള്ളത് ആരാ തീരുമാനിക്കണത്? വിശ്വാസിയാണ് തീരുമാനിക്കുന്നത്. അവൻ്റെ വിശ്വാസമാണ് തീരുമാനിക്കുന്നത്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രുതിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ അങ്ങ് വർദ്ധിപ്പിക്കണമേ. സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ എന്തിന് എന്നെ വിളിക്കുന്നു? ജനങ്ങളോട് മുന്നോട്ട് പോകാൻ പറയുവേൻ. അങ്ങനൊരു വചനമുണ്ട്. ഏത് കാഷ്വാലിറ്റി ആയാലും നമുക്ക് ദൈവം ആവശ്യത്തിന് എന്ത് തന്നിട്ടുണ്ട്? വിശ്വാസം തന്നിട്ടുണ്ട്, പിന്നെ പ്രത്യാശ തന്നിട്ടുണ്ട്, പിന്നെ ദൈവസ്നേഹം തന്നിട്ടുണ്ട്. ഈ ദൈവിക പുണ്യങ്ങളാണ് മനുഷ്യൻ മുമ്പോട്ട് പോണത്. അതുകൊണ്ടാണ് പുറപ്പാടിൻ്റെ പുസ്തകം 14:15 നിങ്ങൾ എന്തിനെ വിളിക്കുന്നു? ജനങ്ങളോട് മുന്നോട്ട് പോകാൻ പറയും. അപ്പോൾ കുട്ടി വെന്റിലേറ്റർ ആണെങ്കിലും ഡെഡ് ബോഡി ആണെങ്കിലും നമ്മുടെ വിശ്വാസം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതാണ് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ലാസറിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താണ്? ലാസർ ചത്തുപോയതാണ്, കർത്താവ് കൊണ്ടുവന്നതാണ്. മുന്നോട്ട് പോയി. ഡെഡ് ആണെങ്കിലും മുന്നോട്ട് പോകും, അടക്കം കഴിഞ്ഞാലും മുന്നോട്ട് പോകും, ചീഞ്ഞു പോയാലും മുന്നോട്ട് പോകും. അത് വിശ്വാസി. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ലാസറിനെ ഉയർപ്പിച്ച ദൈവമേ, 4 ദിനരാത്രങ്ങൾ ചീഞ്ഞ ലാസറിനെ ഉയർപ്പിച്ച ദൈവമേ, ഞങ്ങളുടെ വിശ്വാസത്തെ മുന്നോട്ട് നയിക്കണം. വിളിക്കുന്നു. ജനങ്ങളോട് മുന്നോട്ട് പോകാൻ പറയുവേൻ എന്ന് പറയുമ്പോൾ മുന്നിൽ എന്താ ഉള്ളത്? ഇതാര് പറയണതാ? മോസസിനോട് ദൈവം പറയണതാണ്. എപ്പോഴാണ് പറയണത്? പുറകിൽ ഫറവോൻ്റെ സൈന്യം, മുമ്പിൽ ചെങ്കടൽ. ഇതിൻ്റെ നടുക്കുള്ള വചനമാണ്. ജനങ്ങളോട് കടലെങ്കിൽ കടൽ മുന്നോട്ട് പോകാൻ പറയണത് ആരാണ്? കർത്താവാണ്. കർത്താവാണ് പറയണത്, നീ മുന്നോട്ട് പോകാൻ പറയണത്. ചെങ്കടല പുറകിൽ ഫറവോൻ്റെ സൈന്യമായാലും മുമ്പിൽ കടലായാലും പുറകിൽ രോഗമായാലും മുമ്പിൽ കടമായാലും കർത്താവ് മുന്നോട്ട് പോകാൻ മനുഷ്യരാശിയോട് പറയുന്ന ഒരേ ഒരു പുസ്തകമാണ് കർത്താവിൻ്റെ വചനം. ശ്രുതികട്ടെ ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യം, പരിശുദ്ധ പരമദിവ്യകാരുണ്യം. ആ വചനത്തിൽ പുറപ്പാട് 14:15 ദൈവം ചോദിക്കണ ഒരു ചോദ്യം കൂടിയുണ്ട്. വാട്ട് ഈസ് ഇൻ യുവർ ഹാൻഡ്? നിൻ്റെ കയ്യിലിരിക്കണത് എന്താണ്? അപ്പോൾ മോസസ് പറയും, ഇതൊരു വടിയാണ്. ഞാൻ തന്ന വടി നിൻ്റെ കയ്യിൽ ഇരിക്കണില്ലേ? അതാണ് സംഭവം. ഇടയ്ക്കിടെ ദൈവം ചോദിക്കുന്നതാണ്. വിശ്വാസത്തിൻ്റെ കുറേ ഉപകരണങ്ങൾ ഉടമ്പടിയിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്, ഇല്ലേ? ദൈവം അഹറോനും മോസസിനും അത്ഭുത വടി കൊടുത്ത പോലെ കുറേ ഉപകരണങ്ങൾ, വിശ്വാസത്തിൻ്റെ ചില പ്രതീകങ്ങൾ, മാധ്യമങ്ങളൊക്കെ, അടയാളങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട്. എന്താണത്? ഒന്ന് കാശുരൂപമാണ്, ഇല്ലേ? പഴയ നിയമത്തിലെ വിശ്വാസത്തിൻ്റെ മാധ്യമത്തിന് പകരമാണ് നമ്മൾ സഭയിൽ ഇതുപോലെയുള്ള ബ്ലസ് ചെയ്തിട്ടുള്ള, ദൈവനാമത്തിൽ ആശീർവദിച്ചിട്ടുള്ള അതിൻ്റെയൊക്കെ ഫലം. ഇപ്പോൾ തന്നെ ജിതിൻ, ബിബി ജിതിൻ എന്നും പറഞ്ഞൊരു മോൾ സാക്ഷ്യം പറഞ്ഞില്ലേ? അവൾ അവളുടെ രോഗം എന്താണ്? അപൂർവം 1,00,000 ഒരാൾക്ക് വരുന്ന ലൂമസ് എന്ന് പറയുന്ന രോഗമാണ്. നമ്മുടെ ബോഡിയുടെ അണുക്കൾ തന്നെ നമ്മുടെ ബോഡിയെ ഈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് തന്നെ വാദം തന്നെ, വാദത്തിന് അത് തന്നെ ആൻറ്റിബോഡിയാണ് വർക്ക് ചെയ്യണത്. അത് തന്നെയാണ് ബ്ലഡ് ക്യാൻസറിലും പറയുന്നത്. ഇതിങ്ങനെ പല സെക്ഷൻസ് ഉണ്ട്. അതൊക്കെ ഈ വാദവും ബ്ലഡ് ക്യാൻസറൊക്കെ ഇടയ്ക്കൊക്കെ ആൾക്കാർക്ക് 100-നും 500-നും ഇടയ്ക്ക് വരും. പക്ഷേ ഈ ലൂമസ് എന്ന് പറയണത് 1,00,000 ഒരാൾക്കേ വരത്തുള്ളൂ. അതിൻ്റെ കുഴപ്പം എന്താണെന്നറിയാമോ? ഈ 1,00,000 ഒരാൾക്ക് വന്നാൽ ഇതിനാര് മരുന്ന് കണ്ടുപിടിക്കും? അപൂർവ രോഗങ്ങൾ. കാര്യം ആ മരുന്ന് കണ്ടുപിടിച്ചാൽ പോലും 1,00,000 ഒരാൾക്കല്ലേ രോഗം വരുന്നത്. കമ്പനിക്കാർ കടച്ചുപൂട്ടും. കമ്പനിക്കാർക്ക് ഈ പാരാസെറ്റമോൾ വിലയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും പനി വരുമില്ല, ഒത്തിരി വിൽപ്പന നടക്കും. കുറഞ്ഞ എല്ലാവർക്കും വരുന്ന രോഗത്തിന് മരുന്ന് എളുപ്പമാണ്. അപൂർവ രോഗങ്ങൾക്ക് മരുന്ന് കുറവാണ്, ഭയങ്കര വിലയുമായിരിക്കും. അത് വലിയൊരു പ്രശ്നമാണ് ശരിക്കും. പക്ഷേ അവൾ അവസാനം പറയുന്ന ഒരു വാക്കുണ്ട്,
സുന്ദര സാക്ഷ്യമാണത്. പഠിപ്പിക്കപ്പെടും. അവർ സാക്ഷ്യം പറഞ്ഞെന്ന് നമ്മൾ പറയരുത്. അവരിലൂടെ കർത്താവ് നമ്മളെ ഈ കാലഘട്ടത്തെ പഠിപ്പിച്ചു. കൈയിട്ടിച്ച് കർത്താവ് ഞാൻ ആ ഉടമ്പടി കാശുരൂപം ഹോൾഡ് ചെയ്തു എന്നല്ലേ, ഉടമ്പടി കാശുരൂപം ഹോൾഡ് ചെയ്തു. ഇത് പറയുന്ന കുറേയധികം സാക്ഷികൾ നമ്മൾക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് ഒരു കാരണവശാലും മിസ് ചെയ്യരുതെന്ന് പറയണത്. ഉടമ്പടി കാശും ആർക്കെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മതിയായ രേഖകൾ നിങ്ങൾ കാണിച്ചാൽ നവംബർ മാസത്തിൽ അതിനുവേണ്ടി മാത്രം കുർബാന വെച്ചിട്ട് നിങ്ങൾക്ക് അച്ഛൻ പുതിയ ഉടമ്പടിയുടെ തന്നെ കാശുരൂപം തരുന്നതായിരിക്കും. ഞാൻ എല്ലാ കൂട്ടായ്മയ്ക്കും അത് പറഞ്ഞുകൊണ്ടിരിക്കും. കുറേ ആൾക്കാർക്ക് ഡാമേജ് ആയി പോയിട്ടുണ്ടല്ലേ, അപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമാണ്. അതെല്ലാം അതുപോലെ തന്നെ പവറിൽ നിങ്ങൾക്ക് തിരിച്ചു തരും. പക്ഷെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അഹ്റോൻ്റെയൊക്കെ കയ്യിരിക്കുന്ന ഒരു വടി കൊടുക്കുമ്പോൾ ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. എന്താണ്? നമ്മുടെ വിശ്വാസം എക്സ്പ്രസ് ചെയ്യാനുള്ള മാധ്യമമാണത്. കാശുരൂപമല്ല നമ്മളെ രക്ഷിക്കണത്, ആണോ? അല്ല, ദൈവമാണ് രക്ഷിക്കുന്നത്. നമ്മൾക്കുള്ള വിശ്വാസം പ്രകടിപ്പിക്കാൻ വേണ്ടിയുള്ള മാധ്യമമാണ്. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞു, ദൈവം അവന് മരിച്ചെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തെ വിശ്വസിച്ചിട്ടാണ് നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ കാശുരൂപം ആശീർവദിച്ചിരിക്കുന്നത്. എല്ലാ നിറച്ച വസ്തുക്കളും വളരെ കരുതലോടുകൂടിയാണ് ആശീർവദിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ എന്നാ ചെയ്യേണ്ടത്? നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? വിശ്വാസ പ്രമാണം ചെല്ലണം. വിശ്വാസ പ്രമാണമാണ് ഫൗണ്ടേഷൻ. പക്ഷേ വിശ്വാസ പ്രമാണം ചെല്ലുന്ന മുമ്പ്, പണ്ട് ഞാനൊക്കെ കുഞ്ഞുനാളിലൊക്കെ ഈ കടലിൽ കല്ലിടുന്ന ഒരു കാലമായിരുന്നു. 63 കാലഘട്ടങ്ങളിൽ, 64 കാലഘട്ടങ്ങളിൽ. ഇപ്പോൾ കല്ലുംവണ്ടി വരുമ്പോഴും ഞങ്ങൾ കടലറ്റത്ത് പോയി നിൽക്കും. കല്ലുംവണ്ടി മരയെന്ന് വരത്തുമല്ലേ, ഇപ്പോൾ കടലറ്റത്ത് പോയി നിൽക്കും. അപ്പോൾ കല്ല് കൊണ്ടുവന്ന ഉടനെ കടലിൽ ഇടത്തില്ല അവരാദ്യം എന്താ ഇടുന്നത്? അതുപോലെ തന്നെ കുറേ ചുള്ളിക്കമ്പുകളുണ്ട്. ലക്ഷക്കണക്കിന് കെട്ട് ചുള്ളിക്കമ്പുകൾ കൊണ്ടുവന്ന് കടപ്പുറത്ത് ഇറക്കും. ഈ മണ്ണിൽ ചുള്ളിക്കമ്പാണ്ട് കെട്ടുകെട്ടായിട്ട് ഇറക്കിയിട്ടാണ് അതിൻ്റെ പുറത്ത് കല്ലെടുത്ത് വെക്കണത്. അല്ലെങ്കിൽ വെക്കണ കല്ലെല്ലാം കടൽ താന്നു പോകും. ഇതുപോലെ വിശ്വാസ പ്രമാണം ഒരു ഫൗണ്ടേഷനാണ്. ഇത് വെക്കണമെന്ന് ഒരു കാര്യം കൂടി ചെയ്യണം. എന്ത് ചെയ്യണം? മനസ്താപ്രകരണം ചെല്ലണം. കാര്യം മനുഷ്യന്മാരല്ലേ നമ്മൾ, അല്ലേ? വാക്കുകൊണ്ടും ചിലപ്പോൾ വിചാരം കൊണ്ടും കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ ആദ്യം സോറി പറയണം. എൻ്റെ ദൈവമേ ഒന്ന് പറഞ്ഞേ. ഏറ്റവും നല്ലവനും എല്ലാത്തിനുപരി നിങ്ങളെവിടെ പോണ്? രാജധാനി എക്സ്പ്രസ്സാ. അച്ഛൻ പറയണവർ ചെല്ലേ, എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവനും എല്ലാത്തിനും ഉപരി സ്നേഹിക്കപ്പെടാൻ യോഗ്യനുമായ എല്ലാത്തിനും ഉപരി സ്നേഹിക്കപ്പെടാൻ യോഗ്യനുമായ അങ്ങയ്ക്കെതിരായി പാപം ചെയ്തു പോയതിന് പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കും. എനിക്ക് തോന്നുന്നത് അതൊരു സുഹൃത ജപമായിട്ട് ഒരു 5-6 പ്രാവശ്യം ചെല്ലിയാലും കുഴപ്പമില്ലെന്ന് തോന്നാം. കാര്യം ഭയങ്കര ഈടുള്ളതാണത്. അത്രയും ഭാഗം മാത്രം ഒരു സുഹൃത ജപമായിട്ട് എന്തെങ്കിലും ഒരു മനസ്സിന് ഭാരം വന്ന് നമ്മുടെ കയ്യിൽ നിന്നൊരു വാക്ക് മെസ്സേജ് വീണ് കഴിഞ്ഞാൽ, ഭർത്താവിനോടായാലും കുഞ്ഞുങ്ങളോടായാലും ഒരു വാക്ക് പെസയ്ക്ക് വീണ് അയ്യോ കഷ്ടമായി പോയില്ല, എൻ്റെ കയ്യിൽ നിന്നൊരു പാപം സംഭവിച്ചല്ല എന്ന് തോന്നിയാൽ എൻ്റെ മക്കൾക്ക് പെട്ടെന്ന് ചെല്ലാവുന്നൊരു പ്രാർത്ഥനയാണ് ആ സുഹൃത ജപം. ആ ഒരു അത്രയും ഭാഗം ചെല്ലിയാൽ മതി, മൊത്തം ചെല്ലണ്ട. അത് പക്ഷേ ചെല്ലുമ്പോൾ സമയമെടുക്കണം. എന്താണ്? എൻ്റെ ദൈവമേന്ന് വിളിച്ച ദൈവത്തിന് തോന്നണം. നമ്മൾ പണ്ട് പട്ടിക പഠിച്ച പോലെ കാണാതെ പറയുകയല്ല, നമ്മൾ ഹൃദയം കൊണ്ടാണ് ദൈവത്തോട് വിളിക്കണം, അല്ല അധരം കൊണ്ടല്ലെന്ന് ദൈവത്തിന് തോന്നണം. എൻ്റെ ദൈവമേ പറഞ്ഞു, ഏറ്റവും നല്ലവനും എല്ലാത്തിനും ഉപരി. എൻ്റെ വാക്കിൻ്റെ അർത്ഥം മനസ്സിലായ? എല്ലാ ദൈവത്തെ സ്നേഹിക്കണത്
എല്ലാത്തിനും ഉപരിയാണ്. അതുകൊണ്ടാണ് ഈ ഈ വിശ്വാസം മാറിയൊക്കെ പ്രേമിച്ചൊക്കെ നടക്കുന്ന ആൾക്കാരോട് ഞാൻ വളരെ കർക്കശമായിട്ട് സംസാരിക്കുന്ന കാര്യം അതാണ്. കാര്യം ദൈവം നിൻ്റെ കമിതാവിനേക്കാളും 10,000-കണക്കിന് നിനക്ക് ലഭിക്കുന്ന വ്യക്തികൾ, ബന്ധങ്ങൾ അതിനേക്കാളും വലുതാണവൻ. അതാണ് എല്ലാത്തിനേക്കാളും ഉപരി എന്ന് പറഞ്ഞേ, എല്ലാത്തിനേക്കാളും സ്നേഹിക്കപ്പെടാൻ. അപ്പോൾ ദൈവത്തെയാണ് എല്ലാത്തിനേക്കാളും ഉപരി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ മനസ്സിലുണ്ടാകണം, നിൻ്റെ വയറ്റിലുണ്ടാകുമ്പോൾ കുഞ്ഞ് പോലും കർത്താവിനെ അറിയണ കുഞ്ഞായിരിക്കണമെന്ന് ഇല്ലേ? അതാണ് ദൈവപേടി എന്ന് പറയണത്. കാര്യം എന്താണ്? എൻ്റെ ദൈവം, എൻ്റെ രക്തത്തിൽ പിറക്കുന്ന കുഞ്ഞ് എൻ്റെ ദൈവത്തിന് അറിയണം എന്ന് പറഞ്ഞ് കല്യാണം കഴിക്കാതെ പറഞ്ഞാൽ മതി, കഴിച്ചിട്ട് പറയണ്ട. കഴിക്കാത്തതെന്ന് പറഞ്ഞ് എൻ്റെ രക്തത്തിൽ പിറക്കുന്ന കുഞ്ഞ്, സത്യത്തിൽ പറ, എൻ്റെ രക്തത്തിൽ പിറക്കുന്ന കുഞ്ഞ് എൻ്റെ കർത്താവിനെ അറിയുന്നവനാകണം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പം നമ്മൾ കർത്താവ് ശുശ്രൂഷ തുടങ്ങിയത് എങ്ങനെയാണ്? എന്നിട്ടും അവർ മുന്നോട്ട് പോയി. സാഹചര്യം എന്തായാലും, എത്ര പ്രതികൂലമായാലും വിശ്വാസി മുന്നോട്ട് പോകും. വിശ്വാസത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അങ്ങനെയാണ്. വിശ്വാസത്തിൻ്റെ എല്ലാ പ്രഖ്യാപനങ്ങളും അങ്ങനെയാണ്. ഇപ്പം പൂനെയിലെ എയിംസിൽ റെക്കോർഡിസ്റ്റായിട്ട് ജോലി കിട്ടിയ ചേട്ടൻ്റെ സാക്ഷ്യം പറഞ്ഞില്ലേ? എന്നാ പറഞ്ഞത്? അദ്ദേഹത്തിന് ടെർമിനേറ്റ് ചെയ്തിട്ടും അദ്ദേഹം പ്രാർത്ഥന മുന്നോട്ട് കൊണ്ടുപോയി. ഉടമ്പടി പിന്നെ മുന്നോട്ട് കൊണ്ടുപോയി. ഗവൺമെൻറ് ഓർഡർ ഇറക്കിയതാണ്, സെൻട്രൽ ഗവൺമെൻറ് ഓർഡർ ഇറക്കിയതാണ്. ബി ഗ്രേഡിലുള്ള ബി കാറ്റഗറിയിലുള്ള എല്ലാ അപ്പോയിൻമെൻറ്റ്സും സ്റ്റോപ്പ് ചെയ്തിരിക്കണമെന്ന് തീർന്നു. ആ സാക്ഷ്യം കേട്ടില്ലേ? മൂവാറ്റുപുഴ ബി കാറ്റഗറിയിലുള്ള ഇൻ്റർവ്യൂ കഴിഞ്ഞാണ് നോക്കണം, അപ്പോയിൻമെൻ്റ് കഴിഞ്ഞ വിഷയമാണത്. എന്നിട്ട് ഗവൺമെൻറ് പെട്ടെന്ന് ഓർഡർ ഇറക്കിയിരിക്കുകയാണ്. എന്താ? ബി കാറ്റഗറിയിലുള്ള എല്ലാ അപ്പോയിൻമെൻറ്റ്സും റദ്ദാക്കിയിരിക്കണമെന്ന്. അപ്പോഴും ആ മനുഷ്യൻ മുന്നോട്ട് പോവുകയാണ്. എന്താണ്? വന്ന് ഉടമ്പടി ചെയ്തു. ഉടമ്പടി ചെയ്യുമ്പോൾ എന്നാ സംഭവിക്കുന്നത്? വിഷയം അമ്മ ടേക്കപ്പ് ചെയ്യും. നമ്മൾ ഓടി തളരുമ്പോൾ ബാറ്റൺ അമ്മയുടെ കൈ കൊടുക്കും, പിന്നെ അമ്മ ഓടും നമ്മുടെ കൂടെ, അല്ലേ? അപ്പോൾ ഗവൺമെൻറ് വീണ്ടും ഇറക്കിയ മെമ്മോ, ഇറക്കിയ ഓർഡർ തിരിച്ചെടുത്തിട്ട് അപ്പോയിൻ്റ് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അതാണ്. എന്നിട്ടും അവൻ മുന്നോട്ട് പോയി. നിങ്ങളുടെ കയ്യിലിരിക്കണ എന്താണ്? അപ്പോൾ മോശം പറഞ്ഞൊരു വടി. എന്തിനെന്നെ വിളിക്കണം? എപ്പോഴും നിങ്ങൾ ജനങ്ങളോട് മുന്നോട്ട് പോകാൻ പറയൂ. എത്ര പ്രതികൂലമായാലും വിശ്വാസി മുന്നോട്ട് പോകും. എത്ര പ്രതികൂലമായാലും പ്രത്യാശി മുന്നോട്ട് പോകും. എത്ര പ്രതികൂലമായാലും ദൈവസ്നേഹമുള്ളവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. എന്താ കാര്യം? നമ്മൾ വിശ്വസിക്കുന്നത്, പ്രത്യാശിക്കുന്നതും സ്നേഹിക്കുന്നതും എന്താണ്? ദൈവത്തിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചേട്ടായി ഒരു സാക്ഷ്യം പറഞ്ഞപ്പോഴേ ഒരു കോട്ട് ചെയ്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഈശോ അവസാനം പറഞ്ഞ വാക്കാ. എന്താ ഈശോ അവസാനം പറഞ്ഞത്? മത്തായി 28:18 എന്നാ പറഞ്ഞത്? സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരവും എനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റും മോഡിയും പിണറായിയും എല്ലാം കർത്താവിൻ്റെ കീഴിലാണ്. അത് നമുക്ക് മനസ്സിലാക്കണം. ഗവൺമെൻറ് എല്ലാ ഓർഡറും വിശ്വസിക്കണം. എന്താ വിശ്വസിക്കുന്നത്? ദൈവത്തിനെ വിശ്വസിക്കുന്നത്, അല്ലേ? അപ്പോൾ ഏത് സെൻട്രൽ ഗവൺമെൻറ് ആയാലും സുപ്രീം കോടതി ആയാലും അണ്ടർ ജീസസ്. കൈ അടിച്ച് കർത്താൻ പരമ ദിവ്യകാരുണ്യത്തിന്. അതുകൊണ്ടാണ് അവർ മുന്നോട്ട് പോണത്. മുന്നോട്ട് പോകുമ്പോൾ സാഹചര്യം പൗലോസ് അപ്പോസ്തലൻ പറയത്തില്ലേ? എന്താണ്? സുവിശേഷം പ്രസംഗിക്കുക. സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും. 2 തീമോത്തി 2:4
എന്ന് പറഞ്ഞ് സുവിശേഷം പ്രസംഗിക്കുക. സുവിശേഷം പ്രസംഗിക്കുക. സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും. അപ്പം സുവിശേഷം പ്രസംഗിക്കുക ഇറ്റ് ഈസ് ഈക്വൽ ടു വിശ്വാസം പ്രഖ്യാപിക്കുക, അല്ലേ? വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ ചിലപ്പോൾ സാഹചര്യം അനുകൂലമാകും, അല്ലെങ്കിൽ അല്ലാതിരിക്കും. ദൈവമേ, നിന്റെ വിശ്വാസത്തിൻ്റെ വെലോസിറ്റി, ദ പവർ ഓഫ് യുവർ ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ ശക്തി എങ്ങനെ ഇരിക്കണത്, നീ അത് ഏത് കാലഘട്ടത്തിൽ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. ഇപ്പം സാജുവിൻ്റെ സാക്ഷ്യമൊക്കെ കഴിഞ്ഞ കാലത്തുള്ള, ഇന്നിവിടെ വന്നൊരു ജോസഫിൻ്റെ സാക്ഷ്യം എന്താണ്, ആ മൂവാറ്റുപുഴ ചേട്ടൻ്റെ സാക്ഷ്യം എന്താണ്? സാഹചര്യം പ്രതികൂലമാണ്. നമുക്കറിയാം ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതികൂലമായ സാഹചര്യത്തെ അനുകൂലമാക്കി മാറ്റണ പ്രാർത്ഥനയാണ്. അതാണ് 2 തിമോത്തി 2:4 പറയണത്. വിശ്വാസം പ്രഖ്യാപിക്കുക, സുവിശേഷം പ്രസംഗിക്കുക. സാഹചര്യം നമുക്ക് ഒരു സാഹചര്യമല്ല. നമ്മുടെ സാഹചര്യം എന്താണ്? ആ സാഹചര്യത്തിലേക്ക് ദൈവത്തെ കക്ഷി ചേർക്കുന്നതാണ് ഒരു വിശ്വാസിയുടെ വിശ്വാസ പ്രഖ്യാപനം എന്ന് പറയുന്നത്. ചിലപ്പോൾ പ്രതികൂലമായ സാഹചര്യമാണ്. ഇപ്പം നിൻ്റെ ഭാര്യ നിന്നെ ഇട്ടച്ചും പോയിട്ട്, അല്ലെങ്കിൽ നിൻ്റെ ഭർത്താവ് നിന്നെ ഇട്ടച്ചും പോയിട്ട് കേസ് കൊടുത്തിരിക്കുകയാണ്. 1-2 സിറ്റിംഗ് കഴിഞ്ഞെന്ന് വിചാരിച്ചോ. അപ്പോൾ നിനക്കറിയാം ഇവിടെ നിന്ന് ഒരു കോടതിയിൽ നിന്ന് ഒരു അനുകൂലമായ മറുപടിയും കിട്ടാൻ സാധ്യതയില്ല. എൻ്റെ കൊച്ചിനെ എൻ്റെ നഷ്ടപ്പെട്ട്, എനിക്ക് എൻ്റെ ജീവിത പങ്കാളിയെ നഷ്ടപ്പെട്ടു. ആരാണത് പറയേണ്ടത്? കോടതിയാണോ? ആണോ? ഇപ്പം നിനക്ക് തോന്നും 2 സിറ്റിംഗ് കഴിഞ്ഞതല്ലേ, കോടതിയിൽ എൻ്റെ കൊച്ചിനെ എനിക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, എൻ്റെ ജീവിത പങ്കാളിയെ എനിക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് വക്കീൽ പറഞ്ഞാലും അവസാനം വാക്കാണ്ടതാണ് കർത്താവ് പറയണം. അപ്പോഴും നമ്മൾ മുന്നോട്ട് പോകും. എന്താണ്? വിശ്വാസം പ്രഖ്യാപിക്കുക. 2 തിമോത്തി 2:4 സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം എത്ര പ്രതികൂലമാണെങ്കിലും ഈ പ്രതികൂലമായ സാഹചര്യത്തിലെ അപ്പോസ്തലന്മാരെ പോലെ 2 തിമോത്തി 2:4 അനുസരിച്ചുകൊണ്ട് വിശ്വാസം പ്രഖ്യാപിക്കാൻ അഭിഷേകം നൽകണമേ. മേൽ വിശ്വാസം കൊണ്ട് വിജയം പ്രാപിക്കുന്ന പ്രാർത്ഥനയാണ്. സാഹചര്യം ആരുണ്ടാക്കുന്നതാണ്? മനുഷ്യന്മാരുണ്ടാക്കുന്നതാണ്. സാഹചര്യം ആരാ മാറ്റണത്? വിശ്വാസി മാറ്റും സാഹചര്യം. ഇപ്പം ചില സമയത്ത് എനിക്ക് തോന്നുകയെ, ഇപ്പം കർത്താവ് യോഹന്നാൻ 10:10 വചനമില്ലേ? എന്താ വചനം? കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും. അപ്പോഴേ ഈശോ ഇടയനെക്കുറിച്ച് പറയുമ്പോൾ അടുത്ത വചനം എന്താ പറയണത്? ഞാൻ നല്ല ഇടയനാകുന്നു. അപ്പം കർത്താവ് നല്ല ഇടയനാണെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇടയന്മാർ വേറെ ഉണ്ട്. അവരാരാണ്? കള്ളന്മാരാണ്. നാട്ടിലെ സംഭവമാണത്. കർത്താവിൻ്റെ വചനങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകുന്ന വിഷയം, എല്ലാ വചനങ്ങൾക്കും ഒരു ഗ്രാമീണമായിട്ടുള്ള സാമൂഹ്യ അന്തരീക്ഷം ഉണ്ടാവും. മീനിൻ്റെ ഉളുമ്പും ഉണ്ടാവും, ഞാറിൻ്റെ ചൂരും ഉണ്ടാകും. കർത്താവിൻ്റെ വചനങ്ങളെല്ലാം മനുഷ്യൻ്റെ വേർപ്പിൻ്റെ മണവും ഉണ്ടാവും. അതാണ്. ഇപ്പോൾ നല്ല ഇടയനാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളതുകൊണ്ടാണ്. ഓപ്പോസിറ്റ് എന്താണ്? മോശമായിട്ടുള്ള ഇടയന്മാർ. അവരാരായിരിക്കും? അവരാടിനെ കക്കും, ആടിനെ മോഷ്ടിക്കും. അതായത് മോഷ്ടിക്കാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. ഇടയന്മാർ പൊതുവെ അക്കാലങ്ങളിൽ സമൂഹത്തിൻ്റെ ഏറ്റവും താഴെയുള്ള ആൾക്കാർ ആയിരുന്നു. ആദ്യകാലങ്ങളിലൊക്കെ ഇവർ വലിയ ഉയർന്ന നിലവാരമുള്ള ആൾക്കാരായിരുന്നു ഇടയന്മാർ. കാര്യം യേശാവിൻ്റെ കാലത്തൊക്കെ ചരിത്രം പറയുമ്പോൾ അതുതന്നെ, അല്ലെങ്കിൽ നമ്മളെ കായൻ്റെ ചരിത്രം പറയുമ്പോൾ കായൻ കൃഷിക്കാരനും ആബേൽ ഇടയനുമായിരുന്നു, അല്ലേ? ഇടയന്മാർക്ക് ദാവീദും ഇടയനായിരുന്നു. ഇവർ ഈജിപ്തിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷം അവിടെ ഇടയന്മാർക്ക് വിലയൊന്നും ഇല്ലാതിരുന്നു, കർഷകർക്കാണ് വില. അപ്പോൾ അവർ തിരിച്ചു വന്നപ്പോൾ റൂബൻ്റെ മക്കൾ മാത്രമേ പിന്നെ ആട്ടിടയത്തിന് പരിപാടിക്ക് പോയുള്ളൂ. അവർക്ക് പിന്നെ എല്ലാം ഓഫീസ് ജോലിയായിരുന്നു താല്പര്യം, കൃഷി ജോലിയൊക്കെയാണ്. ഈജിപ്തിൽ പോയിട്ടും തിരിച്ചു വന്നപ്പോൾ, ഈ കാനഡയിലൊക്കെ പോയിട്ടും തിരിച്ചു വന്നിട്ട് പിന്നെ മലയാളിയായിട്ട് ജീവിക്കാൻ വലിയ പാടായിരിക്കും മിക്കവാറും. കാരണം ഇസ്രായേൽ ജനത്തിന് അങ്ങനെ സംഭവിച്ചതാണ്. ഇടയന്മാർക്ക് നല്ല വിലയുണ്ടായിരുന്നു ആ സമൂഹത്തിലെ.
ഇവർ ഇസ്രയേൽ ഈജിപ്തിൽ പോയി 400 കൊല്ലം താമസിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ ഇവരാരും ഇടയന്മാരായില്ല. ആ ജോലി ഉപേക്ഷിച്ചവരെ അവർ കർഷകരായി, അവരെപ്പോലെ കർഷകരായി. പിന്നെ ദാവീദിൻ്റെ കാലം വന്നപ്പോൾ ദാവീദ് മാത്രമേ ഉള്ളൂ അതിൻ്റെ അകത്ത് ഇടയൻ. ബാക്കി ജെസ്സയുടെ എല്ലാ മക്കളും കൃഷിപ്പണിയും യുദ്ധം ആയിട്ട് നടന്ന ആൾക്കാരാണ്. പക്ഷെ കർത്താവിൻ്റെ കാലം വരുമ്പോൾ ഇടയന് വീണ്ടും താഴേക്ക് വരും, സാമ്പത്തികമായി തകർന്നു പോകും. കള്ളന്മാർ വരെ ഉണ്ടാവും അതിൻ്റെ അകത്ത്. ചില ബൈബിൾ പണ്ഡിതന്മാർ പറയണത് ഇടയന്മാരുടെ കൂട്ടത്തിൽ നല്ല ശതമാനം കള്ളന്മാരുണ്ടായിരുന്നെന്ന് പറയണം. അതുകൊണ്ടാണ് ഈശോ അങ്ങനെ പറഞ്ഞതെന്ന്. ഞാനെന്താ പറയണമെന്നറിയാവോ? ഞാൻ ചില സമയത്ത് ഓർക്കുകയെ, ഇടയന്മാരെ കള്ളന്മാരായിട്ടാണ് ബൈബിളിൽ പറയണത്. പക്ഷെ ഇവരെങ്ങനെ കള്ളന്മാരായി? ഇടയന്മാരെ കള്ളന്മാരാക്കിയ സാഹചര്യം എന്താ? നല്ല ആൾക്കാരല്ല, നല്ല പ്രതാപത്തോടെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യ സമൂഹമാണ് കർത്താവിൻ്റെ കാലത്ത് കള്ളന്മാരായിട്ട് മാറണത്. ഒരു സമൂഹത്തിൽ അങ്ങനെ സംഭവിക്കും. നിങ്ങൾ തന്നെ പറയത്തില്ല, ഞങ്ങളുടെ അപ്പൂപ്പന്മാർക്കൊക്കെ നല്ല പ്രതാപം ഉണ്ടായിരുന്നതാണ്, പൊന്നും പണവും ഒക്കെ ഉണ്ടായിരുന്നതാണ്. 2 മാസം കൊണ്ട് ഇത് കയറിയാലും തെങ്ങ് കയറി തീരത്തില്ല എന്നൊക്കെ പറയലേ. പിന്നെ താഴേക്ക് വരുന്നതാണ് ഒരു കാലഘട്ടത്തിൽ. അധികാരമോ പണമോ ഉൽപ്പാദന മേഖലകളോ കൈയാളിയവർ മഹാപിശുക്കന്മാരായി തീർന്ന ആട്ട മുതലാളിയൊക്കെ, കർത്താവിൻ്റെ കാലത്തെ ആട് മുതലാളിമാരൊക്കെ സ്വന്തം മകന് പോലും ഒരു കുഞ്ഞാടിനെ കൊടുക്കാത്ത പിശുക്കന്മാരായിരുന്നു. കർത്താവിൻ്റെ കഥയിലുണ്ടത്. ലുക്കാ 15:29 ഒരു കുഞ്ഞാടിനെ പോലും എനിക്ക് തന്നില്ലെന്ന് പറഞ്ഞത് ആരാ? മകനാണ് പറയണത്. മകന് പോലും കുഞ്ഞാടിനെ പോലും കൊടുക്കാത്ത ആട്ടുമുതലാളിമാരെ ആണ് ഇടയന്മാരെ കള്ളന്മാരാക്കിയത്. സ്വന്തം ജോലി, കർത്താവ് ആ കഥ വേറെ ഉദ്ദേശത്തിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിലും അവിടുത്തെ സാമൂഹ്യ സിറ്റുവേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ സ്വന്തം മകന് പോലും ഒരു ആട്ടിൻകുട്ടിയെ പോലും കൊടുക്കാത്ത ആട്ടുമുതലാളിമാരെ ആണ് ഇടയന്മാരെ കള്ളന്മാരാക്കിയത്. കാര്യം അവർക്ക് കക്കാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ, സാഹചര്യം. വി ആർ സ്പീക്കിംഗ് അബൌട്ട് ദ സിറ്റുവേഷൻ. ഓരോ കാലത്തും മനുഷ്യൻ്റെ സാമൂഹ്യ സാഹചര്യം ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ അതാത് കാലത്ത് മാറി വരുന്ന അന്തർദേശീയ വ്യാപാരത്തിൻ്റെയോ ജോലി സാധ്യതയുടെയോ ഉൽപ്പാദന മേഖലയുടെയോ എല്ലാം ഭാഗമായിട്ട് സാഹചര്യങ്ങൾ മാറി വരും. സാഹചര്യങ്ങൾ എങ്ങനെ മാറി വന്നാലും വിശ്വാസി സാഹചര്യത്തെ അതിജീവിക്കണമെന്നാണ് കർത്താവിൻ്റെ വചനം. അതാണ് പറയുന്നത്, സുവിശേഷം പ്രസംഗിക്കുക, വിശ്വാസം പ്രഖ്യാപിക്കുക. സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിൽ സാഹചര്യം നമ്മളെ സ്വാധീനിക്കില്ല. സാഹചര്യം നമുക്ക് വിധിയില്ല. വേറെ ഒരു സമൂഹത്തിൽ ആൾക്കാർ വിധിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, നമ്മൾ വിധി തിരുത്തതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. ലോകത്തിൻ്റെ ഭാഗധേയത്തെയും വിധിയെയും തിരുത്തിയതാരാണ്? കർത്താവ് യേശുക്രിസ്തു ആണെങ്കിൽ അവൻ വിശ്വസിക്കുന്നവർ ജീവിതത്തിൻ്റെ വിധിയെ തിരുത്തി എഴുതും. കൈ അടിച്ച് കർത്താവ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പോൾ ഗവൺമെൻറ്റിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ ലോക വ്യവസ്ഥയുടെയും കാലാവസ്ഥകൾ മാറുന്നതനുസരിച്ച് കൊണ്ട് ഉൽപ്പാദന മേഖലകൾ വളരുകയോ തളരുകയോ ചെയ്യുമ്പോൾ ജീവിത ചിലവുകൾ വർദ്ധിക്കുമ്പോൾ ജനങ്ങൾക്ക് നാട് വിട്ടു പോകേണ്ടി വരുന്നുണ്ട്, അല്ലേ? അതാണ് എല്ലാവരും ഇപ്പോൾ കാനഡയിലൊക്കെ പോണത്. നാട് വിട്ടു പോവുകയാണ് ജനത്തെ ഇവിടെ ഇനി ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് ജനങ്ങൾ എങ്ങനെ ഇവിടുന്ന് നാട് വിട്ടു പോകാൻ പറ്റും, എങ്ങനെ കണ്ടവൻ്റെ രാജ്യത്തെ PR ഒപ്പിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്കത് ഒരു ജ്വരമായി പോയി. കാര്യം ഇവിടെ ജീവിക്കാൻ നമുക്ക് പറ്റണില്ല, സാഹചര്യം നമുക്ക് അനുകൂലമല്ല, പ്രതികൂലമായി. അപ്പോൾ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോഴും വിശ്വാസി ഇടറുകയില്ല, ആരെയും പഴിക്കത്തുമില്ല. അവൻ അതിനെ അതിജീവിക്കും. എന്താ കാര്യം? അവൻ പഠിച്ചിരിക്കുന്ന തിമോത്തി 2:4 അവൻ മുന്നോട്ട് തന്നെ പോകും. ചെങ്കടലുണ്ടെങ്കിലും ഫറവോയുടെ സൈന്യം പുറകെ വന്നാലും വിശ്വാസി മുന്നോട്ട് തന്നെ പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഈ ഉടമ്പടി ഈ സാഹചര്യത്തെ ഇപ്പം നമുക്കറിയാമല്ലോ, ആ സാഹചര്യം എങ്ങനെയാണ്?
ഉടമ്പടി സാഹചര്യത്തെ അതിജീവിക്കുന്ന പ്രാർത്ഥനയാണ്. അതാണ് സാക്ഷ്യം പറഞ്ഞ് കേട്ടില്ല ആൾക്കാരെ. നിങ്ങൾ അങ്ങനെ അതിൻ്റെ ശാസ്ത്രം മനസ്സിലാക്കേണ്ടത്. ഏത് സാഹചര്യം ഉണ്ടായാലും അതിനെ സാഹചര്യത്തിൻ്റെ ബലിയാടായി മാറാതെ ആ സാഹചര്യത്തെ വിശ്വാസി എങ്ങനെ അതിജീവിക്കണമെന്നാണ് ഉടമ്പടി നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ എന്ത് വേണം? അതിനുള്ള സാഹചര്യം വേണം. സാഹചര്യം എന്തുണ്ട്? 2 സാഹചര്യം വരും. എന്തൊക്കെയാണ്? ഒന്ന് അനുകൂലമായ സാഹചര്യം, രണ്ടാമത്തത് പ്രതികൂലമായ സാഹചര്യം. ഇതൊന്നും വിശ്വാസിയെ സ്വാധീനിക്കത്തില്ല. ഒരു സംഭവം നടക്കണമെങ്കിൽ എന്ത് വേണം? സാഹചര്യം വേണം അതിനുള്ള, അല്ലേ? ആ സാഹചര്യം അനുകൂലമാകാം, സാഹചര്യം പ്രതികൂലമാണ്. അപ്പോൾ സാഹചര്യം പ്രതികൂലമായാൽ എന്തെല്ലാം പ്രതികൂലമാകും? സാഹചര്യം തന്നെ 2 ഘടകമുണ്ട് അതിൻ്റെ അകത്ത്. എന്തുണ്ട് അതിൻ്റെ അകത്ത്? ഒന്ന് സ്ഥലത്തിൻ്റെ സാഹചര്യമുണ്ട്, ഇല്ലേ? രണ്ടാമത്തത് സമയത്തിൻ്റെ സാഹചര്യം ഉണ്ട്. സ്ഥലം ചിലപ്പോൾ പ്രതികൂലമാകും. ഇവിടെ സ്ഥലം പ്രതികൂലമായതുകൊണ്ടാണല്ലോ നമ്മൾ ഇന്ത്യ വിട്ട് കാനഡയിലേക്ക് പോണത്, UK പോണത്. സ്ഥലം ഇവിടെ പ്രതികൂലമാണ്. പിന്നെ എന്ത് സംഭവിക്കും? സംഭവത്തിന് സമയം പ്രതികൂലമാകാം. പഴയ നിയമം കൈകാര്യം ചെയ്യേണ്ടത് പ്രതികൂലമായ സ്ഥലത്തെക്കുറിച്ചാണ്. ഇസ്രയേലിൽ സ്ഥലം പ്രതികൂലമായപ്പോൾ അവർ ഈജിപ്തിലോട്ട് പോയി, അല്ലേ? ഈജിപ്തിലോട്ട് പോണ വഴിക്ക് മോസസ് പറഞ്ഞു, ഞങ്ങൾ ഈജിപ്തിൽ നിന്ന് തിരിച്ച് ഞങ്ങൾ വാഗ്ദാന നാട്ടിലോട്ട് പോവുകയാണ്, പക്ഷേ സ്ഥലം പ്രതികൂലമാണ്. എന്താണ്? ജെറീക്കോ പട്ടണം പ്രതിരോധിക്കണം, ജോർദാൻ നദി കടക്കണം. 2 സ്ഥലമാണ്. സ്ഥലം പ്രതികൂലമാണല്ലോ എന്ന് മോസസ് അപ്പോൾ യഹോവയോട് പറയുമ്പോൾ സ്ഥലത്തിൻ്റെ പ്രാതികൂല്യങ്ങളെ നമുക്ക് പ്രതിരോധിക്കാം. ഐ വിൽ ബി വിത്ത് യു, ഐ വിൽ കം വിത്ത് യു എന്ന് ദൈവം പറയും. ആരാണ്? ജോർദാൻ ജോർദാൻ വറ്റിക്കാൻ, ജെറീക്കോ പൊടിക്കാൻ, ഐ വിൽ കം വിത്ത് യു. അങ്ങനെയാണ് സ്ഥലത്തിൻ്റെ പ്രതികൂല്യങ്ങളെ പ്രതിരോധിക്കുന്നത്. ദൈവം തന്നെ കൂടെ വരാമെന്ന് പറയും. ഉടമ്പടി ഒരു വാഗ്ദാനമാണ്. ദൈവത്തെ നിൻ്റെ കൂടെ വരുത്തണ പ്രാർത്ഥനയാണ്. ഉടമ്പടി ഒരു പ്രാർത്ഥനയാണ്. എന്താണ്? സ്ഥലസംബന്ധമായ വിഷയങ്ങളെ, അതിൻ്റെ പ്രതികൂലങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ദൈവിക മാർഗം എന്താണ്? ഐ വിൽ കം വിത്ത് യു. ജോർദാൻ വറ്റിക്കാൻ, ജെറീക്കോ പൊടിക്കാൻ, നിൻ്റെ സ്ഥലം, നീ നടക്കുന്ന സ്ഥലത്ത് കൂടെ നിൻ്റെ കൂടെ ഞാൻ വരും. താഴെ പകല് മേഘസ്തംഭമായി, രാത്രി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അപ്പോൾ മോസസിനോട് എന്താ പറഞ്ഞത് ദൈവം? സ്ഥലത്തിൻ്റെ പ്രതികൂലങ്ങളെ പ്രതിരോധിക്കാൻ കഴിയും. എങ്ങനെയാണ്? ദൈവം നമ്മുടെ കൂടെ വന്നുകൊണ്ട്, അല്ലേ? പക്ഷെ ദൈവം നമ്മുടെ കൂടെ വരണമെങ്കിൽ എന്ത് ചെയ്യണം? മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. 10 കൽപ്പന കൊടുത്തല്ലേ? ഞാൻ കൂടെ വരാം, പക്ഷേ നിങ്ങൾ വിശുദ്ധിയുള്ളവരായിരിക്കണം. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം, കൊല്ലരുത്, വ്യഭിചരിക്കരുത്, നിന്റെ കർത്താവ് ദൈവം ഞാനാകുന്നു. ദൈവം നമ്മുടെ വിശുദ്ധി എന്തിനു വേണ്ടിയുള്ളതാണ്? ദൈവത്തെ കൂടെ നിർത്താനുള്ളതാണ്. മനസ്സിലായില്ലേ? സ്ഥലത്തിൻ്റെ പ്രാതികൂല്യങ്ങളെ, സാഹചര്യത്തിൻ്റെ പ്രാതികൂല്യങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ദൈവജനത്തോട് വിശുദ്ധി പാലിക്കാൻ വേണ്ടി 10 പ്രമാണങ്ങൾ നൽകിയിരിക്കുന്നത്. കൈ അടിച്ചു കർത്താവ് സമയ സന്ദർഭങ്ങൾ അധികാരം പ്രഖ്യാപിച്ചുകൊണ്ട് വിവാസത്തിൽ പ്രത്യക്ഷായ പരിശുദ്ധമേ ഞങ്ങൾക്ക് വേണ്ടി മാറ്റം സംഭവിക്കണമേ. ഹല്ലേലൂയ. കരം വിളിച്ചു ചേർത്ത് പാടാം. സ്ഥലത്തിൻ്റെ പ്രാതികൂല്യങ്ങളെ, സാഹചര്യത്തെ പ്രാതികൂല്യങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി ദൈവം നമ്മുടെ കൂടെ വരും. ദൈവം നമ്മുടെ കൂടെ വരുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കണമെന്ന് പറയുമ്പോൾ ജനം എന്താ പറയണത്? കർത്താവ് പറഞ്ഞത് ഞങ്ങൾ ജീവിക്കും, അല്ലേ? പുറപ്പാട് 19:8. അപ്പം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എന്താ വിഷയം? ഒരു സംഭവത്തിൻ്റെ സാഹചര്യത്തിൻ്റെ അത് അനുകൂലമാക്കി മാറ്റുന്നതിനുള്ള, അല്ലെങ്കിൽ അത് പ്രതികൂലമാകാനുള്ള ഒരു ഘടകം എന്താണ്? ഒന്ന് സ്ഥലമാണ് നമ്മൾ കണ്ടു. രണ്ടാമത്തെ എന്താണ്? സമയം. പഴയ നിയമം സ്ഥലം കൈകാര്യം ചെയ്യുമ്പോൾ പുതിയ നിയമം എന്താ കൈകാര്യം ചെയ്യണത്? സമയമാണ്. അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഈശോ പറയും സമയമായില്ല, ആ സംഭവം നടക്കാനുള്ള സാഹചര്യം ഇല്ല, സമയമായില്ല എന്ന് പറയും.
അപ്പോഴമ്മ പറയും സമയത്തിൻ്റെ പ്രാതികൂല്യങ്ങളെയും പ്രതിരോധിക്കാൻ കഴിയും. എങ്ങനെയാണ്? അവൻ പറയണത് പോലെ ചെയ്യുമ്പോൾ. കൈ അടിച്ച് കർത്താവ് ഹല്ലേലൂയ. അവൻ പറയണത് പോലെ ചെയ്യാൻ. അതുതന്നെയാണ് യോഹന്നാൻ 2:3 ഇതേ വചനം തന്നെയാണ് പുറപ്പാട് 19:8 സ്ഥലത്തെ പ്രതിരോധിക്കാൻ വേണ്ടി മോസസിനോട് പറഞ്ഞ അതേ വചനം തന്നെയാണ് സമയത്തെ പ്രതിരോധിക്കാൻ വേണ്ടി, അതിൻ്റെ പ്രാതികൂല്യങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി പുതിയ നിയമത്തിൽ പരിശുദ്ധ അമ്മയിലൂടെ സംസാരിക്കുന്നത്. രണ്ടുപേര് വചനങ്ങളാണ്. സ്ഥലത്തിൻ്റെ പരിമിതികളെ, സാഹചര്യത്തിൻ്റെ സ്ഥലത്തിൻ്റെ പരിമിതികളെ, സമയത്തിൻ്റെ പരിമിതികളെ രണ്ടും കൂടി കൂട്ടി വരുന്ന സാഹചര്യത്തിൻ്റെ പരിമിതികളെ പ്രതിരോധിക്കണം. എങ്ങനെയാണ്? അവൻ പറയണത് പോലെ ചെയ്തുകൊണ്ടാണ്. അതാണ് ഉടമ്പടി. ഉടമ്പടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഇതൊരു സയൻറ്റിഫിക് പ്രെയറാണ്. ബിബ്ലിക്കൽ സയൻസ് അതിൻ്റെ ഉള്ളിലുള്ളത് എന്താണ്? ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ, ആ സംഭവങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ദർ മസ്റ്റ് ബി ടൈം ആൻഡ് സ്പേസ്. അതിന് സമയം വേണം, സ്ഥലം വേണം. ഒരു സംഭവം നടക്കണമെങ്കിൽ എന്ത് വേണം? ഒരു ഈവൻറ്റ് ഒക്കർ ചെയ്യണമെങ്കിൽ എന്ത് വേണം? സമയം വേണം, സ്ഥലം വേണം. ചില സമയത്ത് രണ്ടും പ്രതികൂലമാകും. ഈ രണ്ടും പഴയ നിയമത്തിൽ പ്രതികൂലമായി, പുതിയ നിയമത്തിൽ പ്രതികൂലമായി. രണ്ട് പ്രാതികൂല്യങ്ങളെയും പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ദൈവിക വെളിപാടും നടപടിയുമാണ് ദൈവത്തിൻ്റെ വചനമനുസരിച്ച് കൊണ്ട് ജീവിക്കാം. അവൻ പറഞ്ഞതുപോലെ ചെയ്യാവുന്ന അമ്മയുടെ മധ്യസ്ഥത്തിൽ കൃപാസന ഉടമ്പടി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരറ്റത്ത് ദൈവം വരികയാണ്. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഒരറ്റത്ത്, വിശ്വാസ ജീവിതത്തിൽ ഒരറ്റത്ത് നമ്മൾ നിൽക്കുന്നു. പക്ഷേ വിശ്വസ്തതയാണ് ഉടമ്പടിയുടെ കാമ്പെങ്കിൽ വിശ്വസ്തത വരുമ്പോൾ ഇത് ബൈലാറ്ററായിട്ട് മാറും, ഉഭയകക്ഷിയാകും. അവിടെ ഒരറ്റത്ത് നമ്മൾ, ഒരറ്റത്ത് ദൈവവുമായിട്ട് വരും. അപ്പോൾ ദൈവം ഒരറ്റത്ത് വരുമ്പോൾ അത് ഉടമ്പടിയാകുമ്പോൾ വിശ്വസ്തതയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ചൈതന്യമാകുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയാലും ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് അത് വിട്ടുപോകത്തില്ല. കാരണം എന്താണ്? 2 നിയമത്തിൽ 2:13 നമ്മൾ അവിശ്വസ്തരാകുമ്പോൾ ദൈവം വിശ്വസ്തനായിരിക്കും. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, വിശ്വസ്തതയോടെ, വിശുദ്ധിയോടെ ഉടമ്പടി ചെയ്ത് അഭിഷേകം പ്രാപിക്കാൻ കൃപാസന ഉടമ്പടി ചെയ്തിട്ട് എല്ലാ മക്കളെയും അവരുടെ നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. കരങ്ങൾ ഉയർത്തി അടിച്ചുകൊണ്ട് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കുക. അവസാനം മൂവാറ്റുപുഴയിൽ നിന്ന് ആ എയിംസിൽ വീണ്ടും അപ്പോയിൻമെൻറ്റ് കിട്ടിയ മകനൊരു സാക്ഷ്യം പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചത് ഒരു സെപ്റ്റംബർ 16 ഡേറ്റ് ഇടാൻ പറഞ്ഞിരുന്നു. അല്ല, നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റോ ഇൻ്റർവ്യൂയോ ഓപ്പറേഷനോ സ്ഥലമളവോ ഭാഗോടമ്പടിയോ രജിസ്ട്രേഷനോ PR നിങ്ങൾ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയമോ വീട് വെക്കണ സമയമോ ഡെലിവറി ഡേറ്റോ, ഇങ്ങനെ കുറേ ഡേറ്റുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അത് സമയമാണ്. ആ സമയത്തിൻ്റെ പ്രാതികൂല്യങ്ങളിൽ ദൈവം പ്രവർത്തിക്കാൻ വേണ്ടിയാണ് സമയം ദൈവത്തിന് സമർപ്പിക്കുന്നത്. അപ്പോൾ ആ മകൻ സെപ്റ്റംബർ 16 സമർപ്പിച്ചത്. ആ 14 തന്നെ ഷാർപ്പിൽ കർത്താവിൻ്റെ ഇടപെടലുണ്ടായി. ഇങ്ങനെ എല്ലാ സാക്ഷ്യങ്ങളിലും 1-2 കാര്യങ്ങൾ പ്രിസ്ക്രൈബ്ഡ് ഡേറ്റിലാണ്. കാര്യം സമയഘടികാരം നെഞ്ചിലേറ്റി ആണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. സമയത്തിന് മേൽ അമ്മയ്ക്ക് സ്വാധീനമുണ്ട്. ഉടമ്പടിക്കും സമയത്തെ സ്വാധീനിക്കാൻ പ്രാർത്ഥനയാണ്. അപ്പം നിങ്ങൾക്ക് ഈ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡേറ്റുകൾ ഇപ്പോൾ ഇടാം. എന്നിട്ട് പറയണം. ഇപ്പം നിങ്ങളുടെ ഡെലിവറി ഡേറ്റ് ആയാലും, ഇനി നിങ്ങൾക്ക് ഓവുലേഷൻ ഡേറ്റ്, കുട്ടികളുണ്ടാകാൻ സാധ്യതയുള്ള ഡേറ്റ് ആയാലും, ഇപ്പോൾ ഡേറ്റ് നിങ്ങൾക്കറിയാമോ അതിൻ്റെ ഡേറ്റ്? അതിപ്പോൾ പരിശുദ്ധ അമ്മ ഈശോയ്ക്ക് സമർപ്പിക്കണം. അമ്മ ഓവുലേഷൻ ഡേറ്റ് ഇതാണ്, അത് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കിട്ടണം. ഭർത്താവ് നാട്ടിലുണ്ടെങ്കിൽ അതെല്ലാം അമ്മയോട് പറയണം. സ്ഥലമളവ്, രജിസ്ട്രേഷൻ, കോടതി കേസ്, ജഡ്ജ്മെൻറ്റ്, വിസ്താരം, വിധി ദിവസം എല്ലാം ദൈവത്തിൻ്റെ അണ്ടറിലാണ്. അതുകൊണ്ട് നിൻ്റെ പ്രധാനപ്പെട്ട ഡേറ്റുകളെല്ലാം
ഇന്ന് ബെഞ്ച് ക്ലർക്കിൻ്റെ ഒരു സാക്ഷ്യം കേട്ടില്ലേ നമ്മൾ? അവർക്കറിയാം ഈ തട്ടിമുട്ടി കളിക്കേ ഉള്ളൂ, സിവിൽ കേസാണ്, നടക്കത്തില്ല എന്നറിയാം. പക്ഷേ ഈശോ ആ കേസ് മൊത്തം, ആ ഫയൽ കർത്താവിൻ്റെ മേശപ്പുറത്തേക്ക് കൊണ്ടുവരും. അത് ഉടമ്പടിയുടെ ഗുണം അതാണ്. ജഡ്ജിൻ്റെ ചേംബറിൽ നിന്ന് യഥാർത്ഥ ജഡ്ജിൻ്റെ ഓഫീസിലേക്ക് നിൻ്റെ കേസ് ഫയൽ എടുക്കും. അതുകൊണ്ട് നിൻ്റെ കേസ് വിസ്താരം, ഡേറ്റ് എല്ലാം ഇപ്പോഴേ ഏൽപ്പിക്കുക. ലോകം മുഴുവനും ഈ ശുശ്രൂഷയെ പങ്കുകൊണ്ടിരിക്കുന്ന മക്കൾ ഇപ്പോൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും നിങ്ങൾ ഡേറ്റുകൾ ഇടുക. നിങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ ഡേറ്റുകൾ, വിടുതലിൻ്റെ ഡേറ്റുകൾ, ജയിലിൽ കിടന്ന മക്കളുണ്ടെങ്കിൽ ജാമ്യത്തിൻ്റെ ഡേറ്റിലിടുക. ഇപ്പോൾ ഒരാളെ കൊന്നിട്ട് നിങ്ങൾ ജയിലിൽ നിങ്ങളുടെ മക്കൾ കിടപ്പുണ്ടെങ്കിലും അവിടെ മനസ്സാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവരിറങ്ങി വരേണ്ട ഡേറ്റുകൾ ഇടുക. ഒരു കയ്യബദ്ധത്തിൽ ചിലപ്പോൾ വണ്ടി അപകടത്തെ വരത്തില്ലേ, അപ്പോൾ ചിലപ്പോൾ നമ്മൾ അകത്ത് പോകും. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ തന്നെയായിരിക്കും വലിയ മിസ്റ്റേക്ക് വരണത്. അവർ തന്നെയായിരിക്കും വലിയ മാനസാന്തരത്തോട് പിന്നീട് കർത്താവിൻ്റെ വലിയ ഉപവിയുടെ ശുശ്രൂഷകരായി മാറുന്നത്. അതുകൊണ്ട് അങ്ങനെ എന്തെല്ലാം വിഷമം കടക്കാരൻ നിങ്ങളോട് പറഞ്ഞു കാണും, ഇത്ര ഡേറ്റ് തന്നില്ലെങ്കിൽ ജപ്തി നടപടിയാണെന്ന് പറഞ്ഞു കാണും. അപ്പോൾ നമ്മളെ ഭീതിപ്പെടുത്തുന്ന ഡേറ്റാണത്. അതിപ്പോഴും ഈശോയോട് പരിശുദ്ധ അമ്മ വഴി ഈ തീയതി ഞാൻ ദിവ്യകാരുണ്യത്തിന് സമർപ്പിക്കണമെന്ന് പറയുക. ഫേസ്ബുക്കും യൂട്യൂബും എല്ലാം ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ജില്ലകളിലും സംസ്ഥാനങ്ങളിലും ലോകാന്തരങ്ങളിലുള്ളവരെല്ലാം ഡേറ്റ് ഇപ്പോൾ തന്നെ ഡേറ്റ് അടിച്ചിടുക. ആരാധനയുടെ ആശീർവാദത്തിന് മുമ്പേ എല്ലാ ഡേറ്റുകളും അനുഗ്രഹം ആവശ്യമായ മേഖലകളിൽ, ദൈവിക ഇടപെടൽ ആവശ്യമായ മേഖലകളിൽ ഡേറ്റ് ഇടുക. ഓപ്പറേഷൻ ഡേറ്റ് ഇടുക. അവർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫൗണ്ടേഷൻ സ്റ്റോൺ അടിത്തറ കല്ല് പാകണ ദിവസം ഇടുക. ഭവനാശീർവാദത്തിൻ്റെ ഡേറ്റുകൾ, ചിട്ടി ഡേറ്റുകൾ. കാര്യം മനുഷ്യന്മാർ ഇങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത്. നീയും നിൻ്റെ കുഞ്ഞുങ്ങളും ജീവിക്കുന്ന എല്ലാ സാഹചര്യവും ദൈവത്തിന് പ്രിയപ്പെട്ടതാണ്. കാര്യം വേറെ ആൾക്കാർക്ക് കേൾക്കുമ്പോൾ ചിരി തോന്നും, പക്ഷെ ദൈവം ചിരിക്കത്തില്ല. ദൈവത്തിന് അറിയാം നിനക്കത് അത്യാവശ്യമാണെന്ന്, ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. അപ്പം ഇതെല്ലാം ഭൗതിക സാഹചര്യങ്ങളെല്ലാം നിൻ്റെ ആവശ്യമാണെന്ന് 6:33 മത്തായി ശ്ലീഹായുടെ സുവിശേഷം. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. അപ്പോൾ അറിയുന്ന ദൈവത്തിൻ്റെ തിരുസന്നിധിയിലാണ് നമ്മൾ ഈ ഡേറ്റുകൾ ഇടുന്നത്. ഇനി ശ്രുതികട്ടെ ഹല്ലേലൂയ. ഡേറ്റുകൾ സമർപ്പിച്ചിട്ടുള്ള മക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ മനസ്സിലാക്കേണ്ട ഡേറ്റുകൾ, അവരുടെ പേപ്പറുകൾ ഡേറ്റുകൾ, അവരുടെ ജപ്തി നടപടികൾ ഡേറ്റുകൾ, കേസുകളുടെ ഡേറ്റുകൾ, പരീക്ഷകളുടെ ഡേറ്റുകൾ എല്ലാം സമർപ്പിക്കുന്നു. എല്ലാം സമർപ്പിക്കുന്നു. രോഗങ്ങളെ കൈവച്ച് സുഖപ്പെടുത്തുന്ന സമയമാണിത്. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ഇടത്തിൽ ദിവ്യകുർബാന ജ്വലിച്ചു നിൽക്കുന്ന സ്വർഗീയ നിമിഷങ്ങളിലാണ് നീ ഞാനും ആയിരിക്കാൻ വേണ്ടി ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. രക്തസ്രാവ രോഗികൾ അടിവയറ്റ് കൈവെക്കേണ്ടതാണ്. വെള്ളപ്പൊക്കിൻ്റെ അസുഖമുള്ളവരുണ്ട്, വൈറ്റ് ഡിസ്ചാർജ് ഉള്ളവരെ അവരും അടിവയറ്റ് കൈവെക്കുക. പിസ്റ്റുല ഉള്ളവർ അടിവയറ്റ് കൈവെക്കുക. ഫിഷ് രോഗികൾ അടിവയറ്റ് കൈവെക്കുക. കുടലിൻ്റെ അൾസറുകൾ രോഗങ്ങൾ അടിവയറ്റ് കൈവെക്കുക. കർത്താവ് ഈ രോഗിയെ ഇപ്പം സുഖപ്പെടുത്തുമെന്ന് പരിശുദ്ധ അമ്മയിലെ മധ്യസ്ഥതയിൽ നീ ഈശോയ്ക്ക് സമർപ്പിക്കുക. കർത്താവെ ഈ നിമിഷം എന്നെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കട്ടെ. Lord Jesus Christ, pour out His Spirit. I command you in the name of Jesus Christ to be healed. I sign it with the sign of cross so that you never again suffering from the same disease. ശ്വാസകോശ രോഗികളെ ആ കൈ നെഞ്ചിലേക്ക് മാറ്റുക. കരളിൻ്റെ അസുഖമുള്ളവർ, പാങ്ക്രിയാസിന് അസുഖമുള്ളവർ പതകിന് കൈവെക്കുക. പാങ്ക്രിയാസിൻ്റെയും കരളിൻ്റെയും രോഗക്കാരെ പതകിന് കൈവെക്കുക.
ഹൃദയരോഗികൾ ഇടത് നെഞ്ചിന് കൈവെക്കുക. ഞാൻ ഈ കൈ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോയുടെ നാമത്തിലാണ് ഞാൻ വെക്കണമെന്ന് പറയണം നീ. ഞാൻ ഈ കൈ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോയുടെ നാമത്തിൽ വെക്കുന്നു. കിഡ്നി രോഗികൾ പതകിനെ പുറകിൽ കൈവെക്കുക, അച്ഛനെ പോലെ. കിഡ്നി രോഗികൾ 2 കൈകളും പുറകിൽ വെക്കുക, പതകിന് വെക്കുക. ഞാൻ ഈ കൈകൾ കർത്താവിൻ്റെ നാമത്തിൽ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥത്തിൽ എൻ്റെ കിഡ്നിയിൽ വെക്കുന്നു എന്ന് പറയുക. നടുവേദനക്കാർ നടുവിന് കൈവെക്കുക. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, pour out His Spirit, touch with the fire finger, soak with the precious blood. I command you in the name of Jesus Christ to be healed. വലിയ ശ്വാസം മുട്ടൽ, ആസ്മ രോഗികളെ ശ്വാസകോശത്തിൽ കൈവെക്കുക. ശ്വാസകോശത്തിൽ ഓക്സിജൻ വേണ്ടത്ര അബ്സോർവ് ചെയ്യാത്ത രോഗങ്ങളുണ്ട്, അവരും ശ്വാസകോശത്തിന് കൈവെക്കുക. തൈറോയ്ഡ് രോഗികൾ, ടോൺസൈറ്റ് രോഗികൾ, സ്പോണ്ടിലോസിസ് രോഗികൾ, അവർ കഴുത്തിന് കൈവെക്കുക. തലവേദനക്കാർ, കണ്ണിന് അസുഖമുള്ളവർ, ചെവിയിൽ നിന്ന് ഡിസ്ചാർജ് ഉള്ളവർ, പഴുപ്പ് വരുന്നവരൊക്കെ അതേ അവയവങ്ങളിൽ വെക്കാം. അല്ലെങ്കിൽ തലയിൽ കൂടുതൽ രോഗങ്ങളുണ്ടെങ്കിൽ എല്ലാത്തിനും കൂടി നെറ്റിക്ക് കൈകൾ വെക്കാം. തലയിൽ ഞരമ്പ് പിടച്ചിരിക്കുന്നവരെ, ഞരമ്പ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നവരെ എല്ലാം ശിരസ്സിലെ നെറ്റിയിലൊക്കെ കൈവെക്കട്ടെ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, Lord Jesus Christ, pour out His Spirit, the fire finger soak with the precious blood. I cast out disease and would cause of from you. By God the Father Almighty, who made heaven and earth as in the contain, I command you in the name of Jesus Christ. വീണ്ടും കൈകൾ നമ്മൾ അടിവയിലേക്ക് കൊണ്ടുവരുന്നു. മക്കളില്ലാത്തവരെ, ബീജത്തിന് ഓട്ടമില്ലാത്ത പുരുഷന്മാർ, ബീജത്തിന് കൗണ്ടില്ലാത്തവർ ഒക്കെ അടിവയറ്റ് കൈവെക്കുക. ഗർഭാശയത്തിൽ സിസ്റ്റുള്ളവർ, മൂത്രാശയത്തിൽ സിസ്റ്റുള്ളവർ, മുഴയുള്ളവർ, ശരീരത്തിന് മുഴയുള്ളവർ അത് ആ സ്ഥലങ്ങളിൽ കൈവെക്കട്ടെ. ഗർഭനാളികൾ ബ്ലോക്കായിരിക്കുന്നവർ കൈവെക്കട്ടെ. പീരീഡ്സ് ഇല്ലാത്തവരും ക്രമം തെറ്റി പീരീഡ്സ് വരുന്നവരും അടിവയറ്റ് കൈവെക്കട്ടെ. എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിലെ ഓൺലൈനിൽ ശുശ്രൂഷ കൂടുന്നവരും അവർക്ക് രോഗമുള്ളയിടത്ത് കർത്താവിൻ്റെ നാമത്തിൽ കൈവെക്കട്ടെ. എവിടെ കൈവച്ചാലും പറയേണ്ട വാക്കിതാണ്, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ ഞാൻ ഈശോയുടെ നാമത്തിൽ കൈകൾ വെച്ചുകൊണ്ട് ഈശോ നാമത്തെ രോഗസൗഖ്യത്തിനായി ദിവ്യകാരുണ്യ തിരുസന്നിധി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവെ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന അങ്ങനെ മക്കളുടെ മേൽ ദൈവത്തിൻ്റെ കണ്ണ ചൊരിയേണ്ട. ഹല്ലേലൂയ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, pour out His Spirit, the fire finger soak with the precious blood. I command you in the name of Jesus Christ with you. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഇവരെ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളുടെ മേലും കർത്താവിന്റെ രോഗങ്ങൾ സുഖപ്പെടട്ടെ. തത്സമം സൗഖ്യം ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ജോലിയില്ലാത്തവർ, ഇൻ്റർവ്യൂവിന് ഡേറ്റ് എടുത്തിരിക്കുന്നവർ, കിട്ടിയിരിക്കുന്നവർ, പരീക്ഷ ഉള്ളവർ, നൈപുണ്യ പരീക്ഷ, മത്സര പരീക്ഷ, PSC പോലുള്ള മത്സര പരീക്ഷ, OIT പോലുള്ള നൈപുണ്യ പരീക്ഷകൾ എഴുതാൻ പോണവരെ,
പിന്നെ പേപ്പർ ഇവാലുവേഷൻ റീകൗണ്ടിങ്ങിന് കൊടുത്തിട്ടുള്ളവരാണ്. ഇവാലുവേഷൻ കൊടുത്തിട്ടുള്ളവരുണ്ട്, റീകൗണ്ടിങ്ങിന് കൊടുത്തിട്ടുള്ളവരുണ്ട്. അവർക്കെല്ലാം അനുകൂലമായ മറുപടി കിട്ടാൻ വേണ്ടി സർട്ടിഫിക്കറ്റ് വിത്ത് ഹെൽഡായി പോയവരുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷകൾ ആരംഭിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ കോഴ്സ് ആരംഭിക്കാൻ പോകുന്നു, നമ്മുടെ വിസ ഇപ്പോഴും ശരിയാകാതിരിക്കുന്ന സാങ്കേതിക തകരാറുള്ളവരുണ്ട്. ആ മേഖലയിലെ ബാങ്കിൽ നിന്ന് ലോൺ ലഭിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, സാമ്പത്തിക വിഷമം അനുഭവിക്കുന്നവരുണ്ട്, വിവാഹ തടസ്സമുള്ളവർ, മക്കളില്ലാത്തവർ, വിവാഹ സ്ഥലങ്ങൾ വിറ്റുമാറാത്തവർ, സാമ്പത്തികമായ കടങ്ങളിൽ വിഷമിക്കുന്നവർ, അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന, അവരെല്ലാം കർത്താവ് സ്പർശിക്കുന്ന പരിശുദ്ധ അമ്മ അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. വാഹനം നഷ്ടപ്പെട്ടവർ, തൊഴിലിടങ്ങൾ നഷ്ടപ്പെട്ടു പോയവർ, തൊഴിൽ ചെയ്യുന്ന വാഹനം നഷ്ടപ്പെട്ടു പോയവർ, അത് കടത്തിലായി പോയവർ, വാഹനം പിന്നീട് തൊഴിൽ ചെയ്യാൻ പറ്റാതെ വന്നു പോയിട്ടുള്ളവർ, വാഹനം വർക്ക്ഷോപ്പിലായിട്ട് എടുക്കാൻ പറ്റാതെ വന്നവർ, പലതരത്തിലുള്ള അന്നന്ന് ഉള്ള ആഹാരത്തിനുള്ള കട കമ്പോളങ്ങൾ, ജോലി തടസ്സങ്ങൾ, ജോലി ഇടങ്ങൾ നഷ്ടപ്പെട്ടു പോയവർ, ജോലിക്ക് വീണ്ടും വിളിക്കാത്തവർ, ടെർമിനേഷൻ ആയിപ്പോയവർ, പ്രൊമോഷൻ ഇല്ലാത്തവർ, നാട്ടിൽ തിരിച്ചു പോകുന്നവർ, കയറിപ്പോകാൻ മാർഗമില്ലാത്തവർ, അതിന് പണമില്ലാത്തവർ, ഏജ് ഓവറായ ആൾക്കാർ, ഏജ് ഓവറായിട്ടുള്ളവർ, അതുകൊണ്ട് ജോലി നഷ്ടപ്പെട്ടു പോയവർ, സാമ്പത്തിക കടം വന്നു പോയവർ, ജപ്തി നടപടിക്കാർ, കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവർ, പലതരത്തിൽ കേസാക്കപ്പെട്ടവർ, മാതാപിതാക്കന്മാർ അകന്ന് കഴിയുന്നവർ, മക്കൾ അകന്ന് കഴിയുന്നവർ, മക്കൾ തെറ്റായ ബന്ധങ്ങളും പ്രണയ ബന്ധങ്ങളിലും കുരുങ്ങിപ്പോയവർ, മക്കൾ ഇല്ലാത്തവർ, മക്കൾ പഠിക്കാത്തവർ, പഠിച്ചിട്ട് മനസ്സിലാകാത്തവർ, പരീക്ഷയിൽ തോക്കുന്നവർ, ഇയർ ബാക്ക് ആകാൻ പോകുന്നവർ, സെമസ്റ്റർ ബാക്ക് ആകാൻ പോകുന്നവർ, വിഷയത്തിന് മേൽ വിഷയം മാറണമെന്ന് ആഗ്രഹിക്കുന്നവർ, പഠിക്കാൻ പോകാത്ത മക്കൾ, പഠിത്തം മടുത്തുപോയ മക്കൾ, പലതരത്തിൽ വേദന അനുഭവിക്കുന്നവർ, അതിശക്തമായ ശ്രുതികടോ കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, എല്ലാ മേഖലകളും നേർച്ച വസ്തുക്കൾ എടുക്കുക. നേർച്ച വസ്തുക്കൾ എപ്പോഴും ശ്രദ്ധിക്കണം. കൃപാസനത്തിൽ പലകുറി ആശീർവദിച്ച നേർച്ച വസ്തുക്കളാണ് ലഭിക്കുന്നത്. അത് കോമ്പൗണ്ടിൽ നമ്മുടെ മധുക്കെട്ടിൻ്റെ ഉള്ളിൽ മാത്രമേ കൃപാസനത്തിൽ നേർച്ച വസ്തുക്കൾ വെച്ചിട്ടുള്ളൂ. കൃപാസനം നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നവരെ ഉപയോഗം കഴിഞ്ഞാൽ ഉടനെ പെട്ടിയിൽ പൂട്ടി വെക്കേണ്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തേനിൽ പഞ്ചാര ഉണ്ടെന്നും പറഞ്ഞ് ഒരുത്തം കൊണ്ടുവന്ന് കാണിച്ചായിരുന്നു. അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല. ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി രൂപതയിൽ നിന്ന് ആലപ്പുഴ രൂപത വാങ്ങിച്ചിട്ട് രൂപതയിൽ നിന്നാണ് ഞങ്ങൾ നിങ്ങൾക്ക് വാങ്ങിച്ചു തരുന്നത്. GST ഒക്കെ അടച്ച് പെൽ ബോട്ടിലാണ് തന്നിരിക്കുന്നത്. പെറ്റൻ പെല്ലിൽ തന്നിരിക്കുകയാണ്. കൊക്കക്കോളയുടെ ബോട്ടിലെന്ന് പറയത്തില്ലേ, രാസപ്രക്രിയ പോലും ഉണ്ടാകാത്ത ബോട്ടിലാണ്, വിലയുള്ള ബോട്ടിൽ അതൊക്കെ ചെയ്ത് അത്രയും ശ്രദ്ധിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് സാധനം തരണത്. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ച് വാങ്ങിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം. ഉപയോഗം കഴിഞ്ഞാൽ ഉടനെ പിള്ളേരൊന്നും എടുത്ത് കുടിച്ചിട്ട് പിന്നെ അവസാനം പഞ്ചാര ഒഴിച്ച് വെക്കരുത്. അതൊക്കെ സംഭവിക്കുന്നത്. അപ്പം അതുകൊണ്ട് ദയവായിട്ട് ഈ ഉടമ്പടി തൈലമൊക്കെ ഇത്രയും ഉപയോഗിക്കണം. ഒരു തുള്ളിയുടെ പകുതി ഉപയോഗിച്ചാൽ മതി. എന്ത് മുഴയാണെന്ന് പറഞ്ഞാലും അവിടെ വിശ്വാസ പ്രമാണത്തിനാണ് പ്രാധാന്യം. മറ്റത് മീഡിയമായിട്ട് വർക്ക് ചെയ്യണതാണ്. അപ്പോൾ വിശ്വാസ പ്രമാണം തെറ്റിക്കരുത്. നിങ്ങൾ ഉടമ്പടി തൈലം ഒരിടങ്ങളിൽ കുടിച്ചിട്ട് വിശ്വാസ പ്രമാണം തെറ്റിച്ചാൽ കുഴപ്പമായി പോകും. വിശ്വാസ പ്രമാണം കറക്റ്റ് ചെയ്തിട്ട് ഉടമ്പടി തൈലം അതിൻ്റെ പകുതി ഉപയോഗിച്ചാൽ മതി. കാര്യം എപ്പോഴും ഇങ്ങനെ വന്നാൽ ഇവിടുന്ന് തരാൻ പറ്റത്തില്ല. കാര്യം ഇത് വിൽക്കാൻ വെച്ചിരിക്കുന്ന സംഭവം അല്ലത്. അത് വിശ്വാസം വർദ്ധിപ്പിക്കാൻ വെച്ചിരിക്കുക. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എന്ത് വേണമെങ്കിൽ കൊടുക്കാം ആൾക്കാർക്ക്. കൃപാസന അമ്മ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്ന കാരണം എന്ത് കൊടുത്താലും ജനം വിശ്വസ്തയോടെ സ്നേഹത്തെ. അപ്പോൾ അങ്ങനെയുണ്ട് നിങ്ങളുടെ വിശ്വാസത്തെ ഒന്നും ഒരു കാരണവശാലും മാനിപ്പുലേറ്റ് ചെയ്യത്തില്ല. അതാണ് അച്ഛൻ സമ്പത്തിൻ്റെ കയ്പ് എന്തുമാത്രം. ഒരു 5 ലക്ഷം രൂപ നമുക്ക് ആവശ്യമുണ്ട്. ഈ 50,000 പേരുടെ റാലിയല്ലേ, ഭക്ഷണം ഉൾപ്പെടെയുള്ള. ഞാൻ സംസാരിക്കുക സമ്പത്തിനെക്കുറിച്ച് സംസാരിക്കത്തില്ല. അത് പ്രവർത്തകർ സംസാരിക്കും. ആവശ്യമൊന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അമ്മയുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കൊടുക്കുക. പക്ഷേ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, നിങ്ങൾ വന്നിരിക്കണം. എന്തിനാണ്? ജപമാല
റാലിക്ക് 7 മണിക്ക് നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. 2:30 മണിക്ക് നമ്മൾ അർത്തിങ്കിലെത്തും. 2:45 കുർബാന. ഇപ്പോൾ 7 മണിക്ക് ഇവിടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കും. പിന്നെ പിതാക്കന്മാർ 3 പിതാക്കന്മാർ വരുന്നുണ്ട്. മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കും. പക്ഷേ റാലി മൂവ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ചിലർ എന്നോട് ചോദിച്ചു, വാട്സാപ്പിലൊക്കെ ചോദിക്കുന്നുണ്ട് ആൾക്കാർ, അച്ഛാ ഞങ്ങൾ വണ്ടിയും കൊണ്ട് കാറും കൊണ്ട് വന്നാൽ കാറവിടെ ഇട്ടിട്ട് പിന്നെ ഞങ്ങളെ അർത്തിങ്കിൽ പോയിട്ട് പിന്നെ എങ്ങനെ തിരിച്ച്? അപ്പം നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യം അച്ഛൻ പറഞ്ഞുതരാം. കഴിഞ്ഞ കൊല്ലമുള്ള ചെയ്ത ആൾക്കാർ ചെയ്തിരിക്കുന്ന ഇതാണ്, അവർ കാറിൽ കൊണ്ടുവന്ന് വൈഫിനെയും മക്കളെ എല്ലാവരെയും ഇറക്കിയിട്ട് അവർ കാറും കൊണ്ട് അർത്തിങ്കിലേക്ക് പോകും. മനസ്സിലായില്ലേ? കുടുംബക്കാർ റാലി പങ്കെടുക്കും. അർത്തിങ്കിൽ കൊണ്ട് കാർ ഇടാനുള്ള സ്ഥലം അവിടുത്തെ അച്ഛൻ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. 2 സ്ഥലമുണ്ട്. പള്ളിയുടെ പുറകിൽ കുറേ സ്ഥലമുണ്ട്, 5-6 ഏക്കർ സ്ഥലമുണ്ട്. പിന്നെ ഫ്രണ്ടിൽ വിടാം. അവിടുത്തെ പുല്ല് ഒന്നും ആരും കയറിയിരിക്കരുത്. കാര്യം ഒത്തിരി ലക്ഷക്കണക്കിന് പല പ്രാവശ്യം മുടക്കിയാണ് ആ പുല്ലൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ ചവിട്ടരുത്. കാര്യം നിർബന്ധമാണത്. അപ്പോൾ അത് വളർത്തിക്കൊണ്ടുവരാൻ നിങ്ങൾക്ക് അറിയാവില്ല അതിൻ്റെ ബുദ്ധിമുട്ട്. അത് മനോഹരമായിട്ട് കിടക്കണം അത് തീർത്ഥാടന കേന്ദ്രം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അവിടെ കാറ് ഇവിടുന്ന് തിരിച്ചു കൊണ്ടുപോയി കാറ് അർത്തിങ്കിൽ ഇട്ടിട്ട് അർത്തിങ്കിൽ നിന്ന് നിങ്ങൾ ഒരു ബസ്സിൽ കയറി. അവിടെ പെട്ടെന്ന് വണ്ടിയുണ്ട്. ഞങ്ങൾ മിക്കവാറും 9 മണിയാകുമ്പോൾ ഒരു 8:30 ആകുമ്പോൾ തന്നെ ഈ റാലിയുടെ ഒരു അറ്റം തീരദേശ റോഡെ കയറിയിരിക്കും, കാട്ടൂർ കയറിയിരിക്കും ഇല്ലേ? അപ്പം അർത്തിങ്കിൽ നിന്ന് കാട്ടൂർ വരാൻ വേണ്ടി വെറും ഒരു 10 മിനിറ്റ് മതി. അപ്പം ആ വണ്ടിയൊക്കെ ആ കാർ അവിടെ ഇട്ടിട്ട് അയാളെ അർത്തിങ്കി ബസ് സ്റ്റോപ്പിൽ നിന്ന് നേരെ കാട്ടൂരേക്ക് വണ്ടി കയറുക. അപ്പം അവിടെ റാലി അവിടെ എത്തിയിരിക്കും. പിന്നെ റാലി ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് അർത്തിങ്കിൽ തന്നെ നിങ്ങളുടെ കാർ എടുത്തുകൊണ്ട് പോകാൻ പറ്റും. വലിയ വണ്ടി അങ്ങനെ തന്നെ ചെയ്യേണ്ടത്. ആളെ കൊണ്ട് വന്ന് ഇറക്കിയിട്ട് നേരെ അർത്തിങ്കിലോട്ട് പോവുക. സിമ്പിളാണ് സംഭവം. നേരത്തെ വരാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആലപ്പുഴ രൂപത കർമ്മസദനിൽ ഡോർമെറ്ററി സൗകര്യങ്ങളുണ്ട്. ഡോർമെറ്ററി ഉണ്ട്. ആൾക്കാരെ എല്ലായിടത്തും മുടക്കുന്നതിനേക്കാൾ കുറഞ്ഞ പൈസക്കാണ് രൂപത അത് ശുശ്രൂഷയായിട്ട് ചെയ്യണത്. വെളുപ്പിനെ വരുന്നവർക്ക് ഇടവക പള്ളിയിൽ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്, മൺസിഞ്ഞർ ആൻ്റണി തേറാത്ത്. അപ്പോൾ അവിടെയും ഫ്രഷപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു നിശ്ചിത തുക നമ്മൾ കൊടുക്കണം. അപ്പോൾ നമ്മളൊക്കെ ഉണ്ടാകുന്ന ഗുണം മറ്റു സ്ഥലത്തേക്കാൾ നേരെ പകുതിയാണ് റേറ്റ്. പിന്നെ എന്താണ്, നമ്മളുടെ സുരക്ഷിതമുണ്ട് അവിടെ, നമ്മുടെ സ്ഥാപനം എന്ന രീതിയിലുള്ള സുരക്ഷിതത്വം രൂപതയിലും ഉണ്ട്, അവർ തന്നെ ഇടവകയിലും ഉണ്ട്. അപ്പോൾ നിങ്ങളത് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അതിൻ്റെ ഫോൺ നമ്പറെല്ലാം നോട്ടീസ് ബോർഡിലുണ്ട്. നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി. ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ ഇന്ന് തന്നെ 16-ാം തീയതിയല്ലേ 50,000 പേര്, കഴിഞ്ഞ പോലെ 37,000 പേരുണ്ടായിരുന്നു. ഇപ്പോൾ 50,000 പേര് കൂടുകയുള്ളൂ, കുറയത്തില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ആ ഒരു 5 ലക്ഷം ജപമാലയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഇന്ന് തന്നെ നിങ്ങളുടെ വിഷയം ജപമാല റാലി ഒക്ടോബർ 26-ാം തീയതി നടക്കുന്ന ജപമാല റാലിയിലേക്ക് സമർപ്പിക്കണം. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ജപമാല റാലിയിലേക്ക് ഇപ്പോൾ എന്ത് വിഷയമായാലും ഏറ്റവും ടോപ്പ് കാര്യം ഇത്രയും വലിയ സംഭവമല്ലേ. ഇപ്പം നിങ്ങൾ 8 പ്രാവശ്യം ചിലപ്പോൾ B2 എക്സാം ജർമ്മൻ എക്സാം എഴുതിയിട്ട് പാസ്സാകാത്ത ആളായിരിക്കാം. അല്ലെങ്കിൽ 10-40 കൊല്ലം ഭാഗോടമ്പടി നടക്കാത്ത. ഇപ്പോൾ ഒരാൾ കയറി വന്നില്ലേ, അവർ ഭക്ഷണം കഴിക്കാൻ എന്നിട്ടാണ് അവർക്ക് തലപ്പോച്ചിലുണ്ടായത്. ശരിക്കും പറഞ്ഞാൽ അല്ലേ, അതാണ് സംഭവം. ഞാൻ അവരോട് പറഞ്ഞ് പോയി കഞ്ഞി കുടിക്കാൻ പറഞ്ഞു. കാര്യം രാവിലെ ഒന്ന് ഭക്ഷണം കഴിച്ചിട്ട് വരുന്നതായിരിക്കും നല്ലത് കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരുന്നതായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ വണ്ടി വരുന്നവർ കിറ്റിൽ കൊണ്ടുവരണം. 2 ഇഡ്ഡലി എല്ലാം കൊണ്ടുവന്ന കുഴപ്പമൊന്നുമില്ല. വണ്ടിയിൽ നിന്ന് കഴിച്ചിട്ട് ഒരു കുപ്പി വെള്ളവും കുടിച്ചിട്ട് വേണം അകത്തോട്ട് കയറാൻ. ഇവിടെ 8 മണിക്ക് കുർബാനയാണ്, 2:30 മണിയാകുമ്പോൾ തീരും. അപ്പോൾ എനിക്ക് പ്രശ്നമില്ല. മാക്സിമം 2:45, എൻ്റെ അപ്പുറത്ത് വരത്തില്ല. ഇന്നിപ്പോൾ ഇത്തിരി കൂടി പോയി, അത്രേ ഉള്ളൂ, കുഴപ്പമില്ല. ഞാൻ ഇപ്പോൾ ആശീർവാദം കിട്ടാൻ പോവുകയാണ്. പിന്നെ ഏറ്റവും ചെയ്യേണ്ടത്, നമ്മൾ 6 നിയോഗമാണ് വെക്കണം നമ്മളല്ലേ. അപ്പോൾ 6 പ്രാർത്ഥന നമ്മൾ കൂടണം. ഒരു പ്രാർത്ഥന എല്ലാ മാസവും ഇവിടെ വന്ന് കൂടണം. ബാക്കി 5 പ്രാർത്ഥനയുണ്ട്. അതിൽ 1 ഷാലോൺ ടി വി കൂടണം, 1 ഗുഡ്നസ് ടി വി കൂടണം, മരിയൻ ഉടമ്പടി ധ്യാനം. ബാക്കി 3 പ്രാർത്ഥന ഉണ്ട്. ഈ 3 പ്രാർത്ഥന എവിടെയാണ് കൂടേണ്ടത്? യൂട്യൂബിലോ ഫേസ്ബുക്കിലോ കൂടണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി എല്ലാ കാര്യവും ബ്രദർമാർ പറയും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ആശീർവദിക്കാൻ പോകുന്നു. ജീവിക്കുന്ന ദൈവം, അനുഗ്രഹങ്ങൾ ചെയ്യുന്ന ദൈവം, അടയാളങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം, അതാണ് നിങ്ങളെ ആശീർവദിക്കുക. സ്പർശിക്കണമേ.
ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്